ഉന്നാവ് ബലാത്സംഗ കേസിൽ ബി.ജെ.പി. മുൻ എം.എൽ.എ. കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. CBI നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നിർണായക ഇടപെടൽ. 2017 ഉത്തർപ്രദേശിലെ ഉന്നാവോയിലാണ് ഈ നടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ജോലി തേടി വന്ന 16-കാരിയായ പെൺകുട്ടിയെ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി എന്നതായിരുന്നു കേസ്. പിന്നീട് തനിക്ക് നീതി കിട്ടാൻ ആ കുട്ടി നടത്തിയ പോരാട്ടത്തിന്റെ കഥ ചെറുതല്ല. അതിനിടെ സ്വന്തം അച്ഛനെ വരെ അവർക്ക് നഷ്ടമായി. ബി.ജെ.പി. മുൻ എം.എൽ.എ. കുൽദീപ് സിംഗ് സെൻഗാറാണ് കേസിലെ മുഖ്യപ്രതി. കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ പോലീസിന്റെ നിഷ്ക്രിയത്വവും അതിജീവിതയുടെ പിതാവ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിച്ചതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. നീതി ലഭിക്കാത്തതിനെ തുടർന്ന് 2018 ഏപ്രിലിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പെൺകുട്ടി ആത്മഹത്യാശ്രമം നടത്തി. ഇതിനു പിന്നാലെ കേസ് CBI ഏറ്റെടുക്കുകയും സെൻഗാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2019 അതിജീവിത സഞ്ചരിച്ചിരുന്ന കാറിൽ സംശയാസ്പദമായ രീതിയിൽ ട്രക്കിടിച്ച് ബന്ധുക്കൾ മരിക്കുകയും പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതോടെ സുപ്രീം കോടതി ഇടപെട്ട് വിചാരണ ഡൽഹി കോടതിയിലേക്ക് മാറ്റി. 2019 ഡിസംബറിൽ സെൻഗാറെ ബലാത്സംഗ കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തി ജീവപര്യന്തം തടവിനും 25 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. കൂടാതെ 2020 മാർച്ചിൽ പിതാവിന്റെ മരണത്തിലും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. എന്നാൽ 2025 ഡിസംബർ 23 ഡൽഹി ഹൈക്കോടതി സെൻഗാറിനെ ജാമ്യം അനുവദിച്ചത് അതിജീവിതയുടെ കുടുംബത്തിന്റെ സുരക്ഷയെ ചൊല്ലി വലിയ ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. തുടർന്ന് CBI നൽകിയ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി ഡിസംബർ 29 ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും സെൻഗാർ ജയിലിൽ തുടരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതോടെ കേസിൽ വീണ്ടും നിർണായക വഴിത്തിരിവുണ്ടായി.